ഓക്കെ. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയുടെ വേറൊരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. സോ വെൽക്കം ടു സ്കൂളി ബൈ പച്ചവെള്ളം. സോ എൻ്റെ പഴയ ക്ലാസ്സുകളൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും പുതിയ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. സോ ഇന്ന് നമുക്ക് ബയോളജിയിലെ 9th സ്റ്റാൻഡേർഡിലെ 9th CBSE സ്റ്റാൻഡേർഡിൽ നമുക്ക് എന്ത് ചെയ്യണം? ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ള പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ചെറിയ പോർഷൻ ആണ്. അപ്പൊ നമുക്ക് കൂടെ ഇരുന്ന് ഒന്ന് പഠിച്ചു നോക്കാം അല്ലേ? സോ എന്താണ്, നമുക്കൊരു ബൂസ്റ്റപ്പിന് വേണ്ടി ഒരു മോട്ടീവ് വേണം അല്ലേ എന്ത് തുടങ്ങുമ്പോഴും. സോ നമുക്ക് അത്തരത്തിലൊരു മോട്ടീവ് നോക്കിയാലോ? എന്താണ്? ഹിയർ ഐ ഹാവ് റിട്ടൺ ഒപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. എന്താ പറയുന്നത്? ഒപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. വാട്ട് യു മീൻ ബൈ ഒപ്റ്റിമിസം? ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഫെയ്ത്ത് അല്ലെ? ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയും. എന്തിനാണ് ഈ ശുഭാപ്തി വിശ്വാസം? എല്ലാത്തിലും നമുക്ക് കുറെ അംബീഷൻ ഉണ്ടാവും അല്ലേ? വി ആർ ഓൾ അംബീഷ്യസ്. വി വോണ്ട് ടു ബിക്കം IAS, we want to become doctor, engineer, scientist, researcher, etc. അല്ലേ? ഇതിനൊക്കെ എന്താണ്? ഒരു ഗുഡ് ഫെയ്ത്ത് വേണം അല്ലേ നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രവൃത്തിയിലൊക്കെ. ഇല്ലെങ്കിൽ എന്താ, നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? ഇല്ല. സോ ഒപ്റ്റിമിസ്റ്റിക് ആവണം നമ്മള്. വി ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക്. പഠിത്തത്തിന്റെ കാര്യത്തിൽ അതാണ്. നമ്മളിപ്പം ഈ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് നമ്മളിപ്പോ ഈ 10th വരെയുള്ള ക്ലാസ്സിൽ ഒക്കെ പറയുകയാണെങ്കിൽ എന്താ, നമ്മള് ബേസിക് ആയിട്ടുള്ള പഠിത്തം അല്ലെ, നോളജ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് വേണം? ഒപ്റ്റിമിസ്റ്റിക് ആവണം. നമുക്ക് പറ്റും, നമുക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കണം. ഓക്കെ. ആൻഡ് നോക്കൂ, നത്തിങ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. ഹോപ്പും കോൺഫിഡൻസും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. എന്താണ്? ഹോപ്പും കോൺഫിഡൻസും വേണമല്ലേ? നാളെ ഒരു എക്സാം ആണെങ്കിൽ എല്ലാം ഞാൻ പഠിച്ചു, ഒരു ഹോപ്പും ഇല്ല കോൺഫിഡൻസും ഇല്ല, അയ്യോ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു പോയാൽ കിട്ടുമോ? ഇല്ല. നമ്മൾ എന്ത് വേണം? വി ഷുഡ് ബി കോൺഫിഡൻറ്റ് ഓൾ ദി വേ അല്ലെ? എല്ലാ വഴിയിലും നമ്മൾ എന്തായിരിക്കണം? കോൺഫിഡന്റ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ എല്ലാരും കോൺഫിഡന്റ് അല്ലേ? നമുക്ക് പഠിച്ചു തുടങ്ങാം. ആൻഡ് ഇതിനു മുമ്പ്, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞു നോക്കണ്ടേ? ഇറ്റ് ഈസ് ദാറ്റ് ബൈ ഹെലൻ കെല്ലർ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ആരാണ് ഈ ഹെലൻ കെല്ലർ എന്നല്ലേ? ചിലർക്കൊക്കെ അറിയുണ്ടാവും. ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞാല് ഒരു ഫേമസ് അമേരിക്കൻ ഓതറാണ്. എന്താണ്? വൈ? എന്താ സ്പെഷ്യാലിറ്റി? നമ്മൾ എന്തിനാ ഹെലൻ കെല്ലർ ഓതർ ആണെങ്കിലും ആ വ്യക്തിനെ, അതൊരു സ്ത്രീയാണ്, എന്തുകൊണ്ട് അവരെ പറ്റി പറയുന്നത്? ബിക്കോസ് ഷി വാസ് ബോൺ ആസ് ഡെഫ് ആൻഡ് എന്താണ്, ഡെഫ് ആയിട്ടാണ് ജനിച്ചത്. ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടാണ് ജനിച്ചത്. കണ്ണു കാണില്ല, ചെവി കേൾക്കാത്ത, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഹെലൻ കെല്ലർ. പക്ഷെ എന്ത് ചെയ്തു അദ്ദേഹം? ആ വ്യക്തി, ആ സ്ത്രീ നമ്മുടെയൊക്കെ എന്താണ്, ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയില്ലേ? വലിയൊരു ഓതർ ആയിട്ട് മാറി. ഓക്കെ. സോ അദ്ദേഹം, ആ വ്യക്തി പറഞ്ഞ വാക്കാണ് ഇത്. ഒപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. നത്തിങ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം സ്കൂളി ബൈ പച്ചവെള്ളത്തിന്റെ കൂടെ. ഓക്കെ. ഓക്കെ. സോ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് the chapter 6 tissues, plant tissues. Okay. So എനിക്ക് ഇതിൽ എല്ലാത്തിനും മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്കൂളി ബൈ പച്ചവെള്ളം എന്ന് പറയുന്ന ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ മാത്രമേ നമ്മുടെ കൂടെ ചള്ളം പോലെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ സ്കൂളി ബൈ പച്ചവെള്ളം ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്. എന്താണ്, നമുക്ക് ഇങ്ങനെ കയറണം. ഓക്കെ. സോ എന്താ, നിങ്ങൾക്ക് ക്ലാസ് 5 to 7 ക്ലാസ് 8 to 10 ആയിട്ട് ഡിഫറെന്റ് കോംബോയിൽ ക്ലാസ്സസ് നടക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ സ്കൂളിൽ ബൈ പച്ചവെള്ളം എല്ലാവരും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാട്ടോ. ഓക്കെ. സോ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ടിഷ്യൂസ്. ഓക്കെ. ടിഷ്യൂസ് വെച്ചിട്ട് അങ്ങനെ തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ കമന്റ് ആയിട്ട് നമ്മുടെ ചാനലിന്റെ അടിയിൽ എഴുതി വെക്കണം കേട്ടോ. സോ ടിഷ്യൂസിന് തുടങ്ങാം. ഓക്കെ. ടിഷ്യൂസ് എന്താണ്? അതിനു മുമ്പ് സെൽസ് എന്താണെന്ന് അറിയണം അല്ലേ? സെൽസ് എന്താണെന്നുള്ളതും 9th സ്റ്റാൻഡേർഡ് CBSE ഫസ്റ്റ് ചാപ്റ്ററിൽ, ഫസ്റ്റ് ബയോളജിയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ടിഷ്യൂസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ സെൽസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. വാട്ട് യു മീൻ ബൈ സെൽസ്? സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബേസിക് ഫണ്ടമെന്റൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് is known as cell. Okay. Basic functional unit of
organism is known as cell. Okay, so ആ സെല്ലുകള് ഇങ്ങനെ കുറെ കൂടിച്ചേർന്നിരിക്കുന്ന a group of cell അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിഷ്യൂസ് എന്ന് വിളിക്കുക. a group of cells is known as tissue. സിമ്പിൾ ആയിട്ട് കണ്ണടച്ച് ആര് ചോദിച്ചാലും ഇനി പറയാം എന്താണ് ടിഷ്യൂസ്? a group of cell is known as tissues. So tissues is a group of similar cells. അങ്ങനെ വെറുതെ പല പല സെൽസിനെ എടുത്ത് അങ്ങനെ ഗ്രൂപ്പ് ആക്കിയതല്ല. എങ്ങനത്തെ ഗ്രൂപ്പാ? സിമിലർ സെൽസ് ആണ്. ഒരേപോലെ ഫങ്ഷൻ ചെയ്യുന്ന, ഒരേപോലത്തെ ഷേപ്പുള്ള, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും സിമിലർ ആയിട്ടുള്ള കുറച്ച് സെൽസിനെ പറയുന്ന പേരാണ് സെൽസിന്റെ ഓൾ ടുഗദർ. ദാറ്റ് സെൽ is known as tissues. Okay, and a group of similar cells that perform a specific function in an organism is known as tissue. A group of similar cells എല്ലാം എന്ത് ചെയ്യണം? a specific function. Okay, സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യണം. അങ്ങനെ സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കും. ഒരു ഫങ്ഷൻ മാത്രം ചെയ്യുന്ന ടിഷ്യൂസിനെ ഒരു പേരിൽ വിളിക്കും, വേറൊരു ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂനെ വേറെ പേരിൽ വിളിക്കും. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. നിങ്ങൾക്ക് ആ ഫ്ലോ ചാർട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. സെൽസ് കൂടി ചേർന്നിട്ട് എന്താവും? ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് ഓൾ ടുഗദർ ഫോം ഓർഗൻ, ആൻഡ് ഓർഗൻ ഓൾ ടുഗദർ ഫോം ഓർഗൻ സിസ്റ്റം, ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ഓൾ ടുഗദർ ഫോം വാട്ട്? നമ്മുടെ ബോഡി. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് വരുന്നത്. ഓക്കെ, സോ ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്താ? എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ ഇൻ ആൻ ഓർഗാനിസം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇനി പ്ലാന്റ് ടിഷ്യൂസ് അല്ലെ, പ്ലാന്റ്സിനും ആനിമൽസിലും ഒക്കെ ടിഷ്യൂസ് ഉണ്ട് അല്ലേ. അപ്പൊ പ്ലാന്റ് ടിഷ്യൂസ് എന്താ? പ്ലാന്റ് ടിഷ്യൂസ് രണ്ട് ടൈപ്പ് ഉണ്ട്. There are two type of plant tissues known as meristematic tissues ഉണ്ട്, പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്. മെരിസ്റ്റമാറ്റിക്കും ഉണ്ട്, പെർമനന്റും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മുന്നേ ശ്രദ്ധിക്കേണ്ടത്, ബയോളജി ഈസ് ഫുൾ ഓഫ് ടേംസ്. ഓക്കെ, കുറെ ടേംസ് ഉണ്ടാവും ബയോളജിയിൽ. അപ്പോൾ എന്ത് വിചാരിക്കണം? എന്ത് പഠിക്കണം? ബയോളജി ടേംസ് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം. നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോഴേ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഇനി ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ ബയോളജി എന്താണ് ബയോളജി ഓപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താ ബയോളജിയിൽ ഇപ്പൊ നമ്മൾ കോൺസെപ്റ്റ് ബേസിക് ആയിട്ടുള്ള എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പഠിച്ചു പോയാൽ വല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ബൈഹാർട്ട് പഠിക്കുമ്പോൾ എന്താ, അത് പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും ആ പേപ്പറിന്റെ കൂടെ തന്നെ അങ്ങ് പോകും. ഓക്കെ, നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും അത് ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ഈ വേർഡ്സ് ഒക്കെ എപ്പോഴും നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, ആൻഡ് പ്ലാന്റ് ടിഷ്യൂസ് എത്ര ടൈപ്പാ? രണ്ട് ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട്. Meristematic tissues and the next one is permanent tissues. Okay, so what do you mean by meristematic tissue? നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പറയുന്നതിന് മുന്നേ പ്ലാന്റ്സിൽ ഗ്രോത്ത് യൂണിഫോം അല്ല, അതായത് ഒരുപോലെ അല്ല. റൂട്ട് വേറെ രീതിയിൽ വളരും, ഷൂട്ട് വേറെ രീതിയിൽ വളരും, ലീവ്സ് വേറെ രീതിയിൽ വളരും, എല്ലാം അങ്ങനെ ഒരുമിച്ച് വളർന്നു പോവില്ല. ഗ്രോത്ത് ഇസ് നോട്ട് യൂണിഫോം ഇൻ പ്ലാന്റ്സ്, അത് ഓർത്ത് വെക്കാം കേട്ടോ. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് എന്ത് പഠിക്കണം? ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. ഇപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ അൺഡിഫറൻഷിയേറ്റഡ് ആക്റ്റീവ്. എന്താ അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ? ഒരു പെക്യുലിയർ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല, സ്പെസിഫിക് ആയിട്ട് വന്നിട്ടില്ല. അതിന് മുമ്പുള്ള ഭാഗമാണ് ഈ അൺഡിഫറൻഷിയേറ്റഡ്. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ അൺഡിഫറൻഷിയേറ്റഡ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ദാറ്റ് ഗീവ് റൈസ് ടു ന്യൂ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഇൻ പ്ലാന്റ്സ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പ്ലാന്റ്സിൽ പുതിയ ടിഷ്യൂസും അതുവഴി ഓർഗൻസും ഉണ്ടാവുന്നത്. ഇത്ര പഠിച്ചില്ലേ? ഓക്കെ, ആൻഡ് there are three types of meristematic tissues are there in plants. There are three type of meristematic tissue. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എപ്പിക്കൽ മെരിസ്റ്റം. ആദ്യം നമുക്ക് പേരുകൾ നോക്കാം അല്ലെ. എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്, ദെൻ ഇന്റർകാലറി മെരിസ്റ്റം. ഓക്കെ, എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ഓക്കെ, എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം? Apical meristem. Apical meristem is located at the tips of roots and shoots. റൂട്ട് എന്താണെന്ന് അറിയാം, ഷൂട്ട്സ് എന്താ? അപ്വേർഡ് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ഷൂട്ട്, നമ്മുടെ തണ്ട് അല്ലെ.
ചെടിയുടെ തണ്ട് അങ്ങോട്ട് മുകളിലേക്ക് വളരുന്ന ഭാഗം ഷൂട്ട്, താഴെയുള്ളത് റൂട്ട്. ഓക്കെ, അപ്പൊ ഈ ഷൂട്ടിന്റെയും റൂട്ടിന്റെയും എന്താണ് ടിപ്പില് കാണുന്നതാണ് എന്ത്? എപ്പിക്കൽ മെരിസ്റ്റം. So apical meristem is located at the tips of roots and shoots, responsible for primary growth. Apical meristem ന്റെ function എന്താ? It is responsible for primary growth, means increasing the length. പ്ലാന്റ്സിനൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ വളരണമല്ലോ അല്ലെ, നീളം വെക്കണം. അപ്പോ ആ ഇൻക്രീസ് ഇൻ ലെങ്തിന് സഹായിക്കുന്നത് or responsible ആവുന്നത് ആരാ? ഏത് മെരിസ്റ്റം ആണ്? apical meristem. So in plants, in meristematic cells, apical meristem is responsible for primary growth, that is increasing length. Okay, the first one is over. Then the second meristematic tissue includes lateral meristem. Lateral meristem. Okay, it is found in the vascular cambium and cork cambium. അപ്പോൾ lateral meristem എവിടെയാണ് ഉണ്ടാവുക? കോർക്ക് കാമ്പിയത്തിലും വാസ്കുലാർ കാമ്പിയത്തിലും. വാസ്കുലാർ കാമ്പിയം, കോർക്ക് കാമ്പിയം ആണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം ആയിട്ട് പറയാം. ഇതെന്താ? നമ്മുടെ തണ്ട്, നമ്മുടെ ചെടിയുടെ ഏതെങ്കിലും പ്ലാന്റിന്റെ സ്റ്റെം എടുത്ത് ക്രോസ് സെക്ഷനിലായിട്ട് കട്ട് ചെയ്ത് വി ആർ എക്സാമിനിങ് അണ്ടർ മൈക്രോസ്കോപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ കിട്ടുക? ഈ കോർക്ക് കാമ്പിയത്തിനെയും വാസ്കുലാർ കാമ്പിയത്തിനെയൊക്കെ കാണാം. നിങ്ങൾ ഹയർ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ലാബിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് സ്റ്റെയിൻ ഒക്കെ ചെയ്ത് അപ്പൊ ഡിഫറെന്റ് കളേഴ്സിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഓക്കെ, സോ അവിടെ നമുക്ക് വാസ്കുലാർ കാമ്പിയവും കോർക്ക് കാമ്പിയവും കാണാം. നിങ്ങൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അത്ര നോക്കണ്ട, ജസ്റ്റ് ഈ വാസ്കുലാർ കാമ്പിയം എന്ന് പറഞ്ഞ ടേമും കോർക്ക് കാമ്പിയം എന്ന് പറഞ്ഞ ടേമും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിലാണ് എന്തുള്ളത്? ലാറ്ററൽ മെരിസ്റ്റം ഉള്ളത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലാറ്ററൽ മെരിസ്റ്റം. അതർവൈസ് കോർക്ക് കാമ്പിയത്തിനെയും അതുപോലെ വാസ്കുലാർ കാമ്പിയത്തിനെയാണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ചെടികളൊക്കെ വളരുന്നതിനനുസരിച്ച് അതിന്റെ ബാർക്ക്, അതിന്റെ തൊലി അല്ലെ, അതിന്റെ ഹാർഡ് കോർ, അതിന്റെ ബാർക്കായിട്ടൊക്കെ ഉണ്ടാവും. ആ ബാർക്കായിട്ടൊക്കെ മാറുന്നത് ഈ കോർക്ക് കാമ്പിയാണ്. അത് ഫർദർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ലാറ്ററൽ മെരിസ്റ്റം എവിടെയുള്ളതെന്ന് നോക്കുക, ആ വേർഡ് നോക്കി വെക്കുക, ആ വേർഡ്സ് നോക്കി വെക്കുക, ടേംസ്. കോർക്ക് കാമ്പിയത്തിലും അതുപോലെ തന്നെ എവിടെയാണ്? വാസ്കുലാർ കാമ്പിയത്തിലും. ആൻഡ് apical meristem is responsible for primary growth, that is increase in length. So lateral meristem is responsible for, of course, the secondary growth. Secondary growth ന് സഹായിക്കുന്നതാണ് നമ്മുടെ lateral meristem. Okay, that is increase in girth. ഇങ്ങനെ നീളം വെച്ച് മാത്രം പോയാൽ പോരല്ലോ, വണ്ണം വെക്കണമല്ലോ. That is known as girth. Okay, അപ്പൊ increase in girthന് പ്ലാന്റിന് സഹായിക്കുന്ന ടിഷ്യൂസ് ആണ് lateral meristems. Lateral meristems. Okay, and the third meristematic tissues ആണ് intercalary meristem. എന്താ വിളിക്കുക? intercalary meristem. intercalary meristem എവിടെയുള്ളത്? located at the base of leaves or internodes. എന്താ nodes എന്ന് പറഞ്ഞാൽ? nodes എന്ന് പറഞ്ഞാൽ leaves erase ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ nodes എന്ന് വിളിക്കുക അല്ലെ. പ്ലാന്റ്സിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്ലാന്റ്സിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എടുത്താൽ the part where the leaf arises is known as what? nodes. ആ രണ്ട് nodes തമ്മിലുള്ള ആ പോർഷനെയാണ്, ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർനോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഭാഗത്തൊക്കെ കാണുന്ന മെരിസ്റ്റംസ് ആണ് ഇന്റർകാലറി മെരിസ്റ്റം, അല്ലെങ്കിൽ ബേസ് ഓഫ് ദ ലീവ്സിലൊക്കെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സം ലോക്കലൈസ്ഡ് ഗ്രോത്ത്, ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം. സോ ലോക്കലൈസ്ഡ് ഗ്രോത്തിനെ സഹായിക്കുകയാണെങ്കിൽ ഇന്റർകാലറി മെരിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം ഈ പേജിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താണ്? ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താ? അപ്പിക്കൽ മെരിസ്റ്റംസ് ഉണ്ട്, ലാറ്ററൽ മെരിസ്റ്റംസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇന്റർകാലറി മെരിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്? കണ്ടോ? എപ്പിക്കൽ മെരിസ്റ്റം at the tip of root and shoot. intercalary meristem എവിടെയാ? between the internodes or എന്താണ്, ലീഫിന്റെ ബേസിലായിട്ട്, അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം ഗർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണല്ലേ. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പ്ലാന്റ്സിൽ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന് റെസ്പോൺസിബിൾ ആവുന്നത് എന്നൊക്കെ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാക്ട് എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് എന്നാണ് അടുത്തത് നോക്കുന്നത്. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ഫങ്ഷൻസ്? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓഫ് കോഴ്സ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ഞാൻ പിന്നെയും ഐ വിൽ സേ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ എന്താണ്?
ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ബിക്കോസ് it is responsible for the growth and development of a plant. Okay, growth and development സഹായിക്കുന്നത് ആരാണ്? ഏത് ടിഷ്യൂ ആ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. So മെരിസ്റ്റമാറ്റിക് tissues enable plants to grow and develop new tissues, organs and structures. കിട്ടിയില്ലേ ഒരു ഫംഗ്ഷൻ? രണ്ടാമത്തത് റീജനറേഷൻ. എന്താണ് റീജനറേഷൻ? പ്ലാന്റ്സിന് ഒരുപാട് ഡിഫക്റ്റുകളും എന്താണ് ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കഴിഞ്ഞാല് who will heal that? അത് ആരാണ് ഹീൽ ചെയ്യുന്നത്? ആരാണ് മാറ്റി കൊടുക്കുക? It will be healed by the meristematic tissue. Okay, meristematic tissues facilitate regeneration in plants, allowing them to recover from injuries or damage. കിട്ടിയ? Allowing them to recover from injuries or damage. First one, growth and development. Second one, regeneration. Then the third one is adaptation. It's also important, അല്ലേ? അഡാപ്റ്റേഷൻ. മഴ വരും, വെയിൽ വരും, ചൂട് വരും, തണുപ്പ് വരും, ഇങ്ങനെ പല പല കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എൻവറോൺമെന്റൽ ചേഞ്ചസ് വരും, അല്ലേ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിനൊക്കെ അഡാപ്റ്റ് ആവണം, അല്ലേ? സസ്യങ്ങൾക്ക്, പ്ലാന്റ്സിനൊക്കെ അഡാപ്റ്റ് ആവാൻ, അതിന് സ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ആരാ സഹായിക്കുക? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് പ്ലാന്റ്സിനെ സഹായിക്കുക. Meristematic tissues help plants adapt to changing environments by producing new tissues and organs. Okay, so there are three main functions of meristematic tissues are there in plants, which first one is growth and development, then regeneration, then adaptation. Okay, then the characteristics of meristematic plant tissues. Meristematic plant tissues inde ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞു, എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞു, അല്ലെ? ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5-6 എണ്ണെങ്കിലും പഠിച്ചു വെക്കാൻ നോക്കുക. ഓക്കെ, എന്താണ്? ലിവിങ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് they are made up of living cells. Here I have given a picture of a longitudinal section of a stem tip showing meristematic tissues. Meristematic tissues ന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഇങ്ങനെ അടുക്കി കൂട്ടിയിട്ട് വെച്ച പോലെ കാണുന്നില്ലേ? That is meristematic tissue. കണ്ടോ? Apical meristem at the tip of shoot, and axillary buds are there, intercalary meristem are there. Okay, so first characteristic എന്താ നമ്മൾ പറഞ്ഞത്? They are made of living cells, and the cells of meristematic tissue have dense protoplasm and their cell wall is thin. അപ്പോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ സെൽസ് എന്താ? സെൽസിന് ഡെൻസ് പ്രോട്ടോപ്ലാസ് ആണ്. അല്ല, ഡെൻസ് പ്രോട്ടോപ്ലാസ് ആയിട്ടാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ സെൽസ് ഉള്ളത്. എന്താണ് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിയോ? ന്യൂക്ലിയസ് ഒഴികെയുള്ള ആ സെല്ലിന്റെ ഭാഗങ്ങളിൽ, part which accept the nucleus inside the cell or jelly-like substances which other cell organelles are embedded is known as cytoplasm. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്തായിരിക്കും? അത് ഈ ഒരു സെക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. നമ്മുടെ സ്റ്റുഡൻസ് കമന്റ് ചെയ്യുക. ഓക്കെ, പ്രോട്ടോപ്ലാസം എന്താ, സൈറ്റോപ്ലാസം എന്താ, എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് മെരിസ്റ്റമാറ്റിക് പ്ലാന്റ് ടിഷ്യൂസ് എന്താ? ഡെൻസ് പ്രോട്ടോപ്ലാസം ആണുള്ളത്, ആൻഡ് ദെയർ സെൽ വാൾ ഈസ് വെരി തിൻ. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്, അല്ലെ? അപ്പൊ വലിയ കട്ടിയൊന്നുമില്ല, വളരെ തിൻ ആയിട്ടുള്ള സെൽ വാൾ ആണ്. ആൻഡ് തേർഡ് വൺ എന്താ? ദ ന്യൂക്ലിയൈ ആർ ലാർജ് ആൻഡ് ക്ലിയർലി വിസിബിൾ. എല്ലാ സെൽസിനും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അല്ലെ? ആ ന്യൂക്ലിയസ് എന്താണ്? നമ്മൾ സെൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ സെൽ ഓർഗനൽസിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, സോ ദ ന്യൂക്ലിയൈ ആർ ലാർജ് ആൻഡ് ക്ലിയർലി വിസിബിൾ ആണ്. ദെൻ ദ വാക്യൂൾസ് ആർ ഓൾമോസ്റ്റ് ആബ്സെന്റ്. അപ്പോൾ പ്ലാന്റ്സിന്റെ സെല്ലില്, നമ്മൾ ആനിമൽസിന്റെ സെല്ലല്ല എടുക്കുന്നത്, പ്ലാന്റ്സിന്റെ സെല്ലില് വാക്യൂൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. വാക്യൂൾ എന്ന് പറഞ്ഞൊരു ഓർഗൻ ഉണ്ട്. ഈ വാക്യൂൾ എന്ന് പറഞ്ഞ ഓർഗൻ ആണ് ഈ പ്ലാന്റ് സെല്ലിൽ വലിയൊരു ഏരിയ വാക്യൂളിനുണ്ട്. ഈ വാക്യൂൾ എന്താ ചെയ്യുക? വേസ്റ്റ് മാനേജ്മെന്റിനും ഫുഡ് സ്റ്റോറേജിനൊക്കെ പ്ലാന്റ് സെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാക്യൂൾ ആണ്. ഇനി മെരിസ്റ്റമാറ്റിക് സെൽസില് വാക്യൂൾസ് ആർ ഓൾമോസ്റ്റ് ആബ്സെന്റ്. ആനിമൽ സെൽസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ വാക്യൂൾസിന്റെ കേസിൽ എങ്ങനെയാണ്? മെരിസ്റ്റമാറ്റിക് സെൽസിൽ വാക്യൂൾസ് ആർ ഓൾമോസ്റ്റ് ആബ്സെന്റ്. ഇനി പിന്നെന്താ? സെൽസ് ആർ ടൈറ്റ്ലി പാക്ഡ്. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ, അല്ലെ? ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് സെൽസ് ഉള്ളത്, അല്ലെ? വിത്ത് ഓൾമോസ്റ്റ് നോ ഇന്റർസെല്ലുലാർ സ്പേസസ്. വാട്ട് യു മീൻ ബൈ ഇന്റർസെല്ലുലാർ സ്പേസസ്? The spaces between two cells,
or the spaces among the cells is known as intercellular spaces. So intercellular spaces ഇല്ല മെരിസ്റ്റമാറ്റിക് സെൽസിൽ. അവർ ടൈറ്റ്ലി പാക്ഡ് ആണ്, ഒന്ന് കഴിഞ്ഞ് അടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ they do not store food and exhibits high metabolic activity. അവർ ഫുഡ് ഒന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, ആൻഡ് ഓൾസോ അവരെന്തുണ്ട്, ഹൈ മെറ്റബോളിക് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോഴും പറയാം ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ് അല്ലേ. സോ they exhibit high metabolic activity. പിന്നെന്താ, the cells actively divide to add new cells to the plant. സെൽസ് എന്താ ചെയ്യുന്നത്, ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യും, എന്നിട്ട് പുതിയ സെൽസ് പ്ലാന്റിന് കൊടുക്കും. പിന്നെന്താ, as they divide repeatedly, therefore cells are small and usually cubical. എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സെൽസ് എന്താ, വളരെ ചെറുതായിരിക്കും, ക്യൂബിക്കളും ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ന്യൂ സെൽസ് thus produced are transformed into mature permanent plant tissue. അപ്പൊ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും ഉണ്ട് എന്ന് പറഞ്ഞു ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂല്. എന്താ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഇങ്ങനെ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, പെർമനന്റ് പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. അവര് പിന്നെ അങ്ങനെ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നമുക്ക് പറയാനുള്ളത്. കിട്ടിയോ? ഓക്കെ, ഇനി പെർമനന്റ് ടിഷ്യൂസ് എന്തൊക്കെയാണ് പ്ലാന്റ്സിലെ പെർമനന്റ് ടിഷ്യൂസ് എന്ന് നോക്കാം. ഓക്കെ, പെർമനന്റ് ടിഷ്യൂസിന് നോൺ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നും പറയും. അപ്പൊ ചിലപ്പോ ഇനി പെർമനന്റ് ടിഷ്യൂസ് എന്ന് ചോദിക്കാതെ ഇപ്പോ അവര് ചോദിക്കുകയാണ് നോൺ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇറ്റ് ഇസ് പെർമനന്റ് ടിഷ്യൂസ്. ഓക്കെ, ദേ ആർ ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ടിഷ്യൂസ്. എന്താണ്, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദേ ആർ ഡിഫറൻഷിയേറ്റഡ് plant tissues that have fixed locations. They have fixed location, shape fixed ആണ്, and also a fixed function is also there. And they arise from meristematic tissues and lose their ability to divide. ഞാൻ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, പെർമനന്റ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. So they will lose their ability to divide further. Okay, then permanent tissues are formed by the differentiation of meristematic tissue. അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, പെർമനന്റ് ടിഷ്യൂസ് ആർ ഫോംഡ് ബൈ ദി ഡിഫറൻഷിയേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഇനി എന്താണ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറെ നേരം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്നു അല്ലെ. what you mean by differentiation? The process in which unspecialized cells become സ്പെഷ്യലൈസ്ഡ് സെൽസ്. നമ്മൾ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് സെൽസ് അൺഡിഫറൻഷിയേറ്റഡ് ആണ്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല, ഷേപ്പോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അവർ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് അല്ലെ. സോ അവർക്ക് അൺസ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്, അത് എന്താവും, സ്പെഷ്യലൈസ്ഡ് ആവും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ. young immature unspecialized cells taking up a permanent shape, size and a specific function is called differentiation. Okay, then ഇനി നമുക്ക് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്. നമുക്ക് ഈ സെക്ഷനിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ്? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമ നിങ്ങൾ എത്ര വലുതായാലും മറക്കാൻ പോവാത്തൊരു കാര്യമാണ് ഈ പറയുന്ന പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, there are three type of permanent simple permanent tissues. Three type of simple permanent tissues. So complex permanent tissues വേറെ ഉണ്ട്, സൈലം ഫ്ലോയം എന്ന് പറഞ്ഞിട്ട്, അത് പിന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ പാരൻകൈമ. എന്താണ് പാരൻകൈമ? ചിത്രം നോക്കൂ പാരൻകൈമയുടെ അല്ലെ. Parenchyma tissues are a type of simple plant tissue composed of living undifferentiated cells that perform a wide range of functions including photosynthesis, storage and secretion. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലോ 1 മാർക്കിലൊക്കെ ചോദിക്കും, ഇങ്ങനെ ആയിരിക്കും, ഏത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പാരൻകൈമ. ഓക്കെ, പാരൻകൈമ. Parenchyma tissues are a type of simple plant tissue composed of living undifferentiated cells that perform a wide range of functions including photosynthesis, storage and secretion. ഒരു സിമ്പിൾ പ്ലാന്റ് ടിഷ്യൂ ആണ്, ലിവിങ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണുള്ളത്,
ഫോട്ടോസിന്തസിസും സ്റ്റോറേജും സെക്രീഷനും ഒക്കെ ചെയ്യും. ഓക്കെ, ഇതിന്റെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. ഈ പിക്ചർ നോക്കൂ, തിൻ വോൾ ആണ് അല്ലേ, തിൻ വോൾ ആണ്. പിന്നെന്താ, ലിവിങ് സെൽസ് ആണ്, ലൂസ്ലി പാക്ഡ്. ഒരു ലൂസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇന്റർസെല്ലുലാർ എയർ സ്പേസസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ലൂസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഇന്റർസെല്ലുലാർ എയർ സ്പേസസ് ഒക്കെ അവിടെ കാണും. കണ്ടില്ലേ ഇവിടെയൊക്കെ, ഇതാ ഈ കാണുന്നതൊക്കെ അതിന്റെ ഇന്റർസെല്ലുലാർ എയർ സ്പേസസ് ആണ്. ഇതിങ്ങനെ ലൂസ്ലി പാക്ഡ് ആയിട്ട്, ഡെൻസ് ആയിട്ട് അല്ലെങ്കിൽ ലൂസ്ലി പാക്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഇതാ കണ്ടോ, സൈറ്റോപ്ലാസം. ഇവിടെ ഞാൻ പറഞ്ഞു സൈറ്റോപ്ലാസത്തിന്റെയും പ്രോട്ടോപ്ലാസത്തിന്റെയും ഡിഫറൻസ് നിങ്ങൾ നോക്കി വരണം കേട്ടോ. ഓക്കെ, there will be a vacuole is there, nucleus will be there. കണ്ടോ, സെൽ വോൾ എന്താ, തിൻ ആയിട്ടുള്ള സെൽ വോൾ ആണുള്ളത്. സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻകൈമ എന്താണ്, തിൻ വോൾഡ് ആണ്, ലിവിങ് സെൽസ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ്, എന്തുണ്ട്, ഇന്റർസെല്ലുലാർ എയർ സ്പേസസ് ആർ ദർ. ഓക്കെ, ദെൻ ഇനി എന്തൊക്കെയാണ് പാരൻകൈമയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് അല്ലെ, ഡെഫിനിഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോട്ടോസിന്തസിസ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട് അല്ലെ. ഇനി ഫോട്ടോസിന്തസിസിൽ തന്നെ പാരൻകൈമ സെൽസ് ഇൻ ലീവ്സ് contain chloroplast and perform photosynthesis. അപ്പം പ്ലാന്റ്സിലെ പാരൻകൈമ സെൽസില് എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ക്ലോറോഫിൽ ഉള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. You know what is chlorophyll അല്ലേ, the green pigment responsible for, or the green pigment present in the leaves in where what the photosynthesis take place. The green pigment present in the leaves where photosynthesis take place is known as chlorophyll. That chlorophyll is includes inside the chloroplast. Okay, ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ക്ലോറോഫിൽ ഉള്ളത്. മനസ്സിലായോ? അപ്പൊ പാരൻകൈമയുടെ ഉള്ളില്, ലീവ്സിലെ പാരൻകൈമയുടെ ഉള്ളില് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് ക്ലോറോഫിൽ ഉണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക, photosynthesis will take place. Okay, so photosynthesis is a function of parenchyma, or parenchyma helps to perform photosynthesis. Then storage. Parenchyma cells store nutrients such as starch, sugars, proteins. അല്ലെ, നമ്മൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് it will produce glucose and oxygen. It will release oxygen also, and the glucose will be stored as starch. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. സോ ആ സ്റ്റാർച്ചും ഷുഗറും പ്രോട്ടീനും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ആര് സഹായിക്കും, പാരൻകൈമ സെൽസ് വിൽ ഹെൽപ്പ് us. Okay, then third function എന്താ, പാരൻകൈമ മേക്സ് ദ പ്ലാന്റ്സ് ഫ്ലോട്ട്. വെരി ഇൻട്രസ്റ്റിംഗ് അല്ലെ, പാരൻകൈമ പ്ലാന്റ്സിനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കും. നിങ്ങൾ കണ്ടോ, ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ, നമ്മുടെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മുകളിൽ പൊന്തി നിൽക്കുന്ന കുറച്ച് ചെടികൾ ഉണ്ടാവും അല്ലെ, ആ ചെടികള് ഇത് കണ്ടോ, ആ ചെടികളെ ഫ്ലോട്ട് ചെയ്യാൻ, വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നത് ആരാണ്, പാരൻകൈമ സെൽസ് ആണ്. കണ്ടോ, ഇൻ അക്വാറ്റിക് പ്ലാന്റ്സ് ലാർജ് എയർ കാവിറ്റീസ് ആർ പ്രസന്റ് ഇൻ പാരൻകൈമ. എന്താ, അക്വാറ്റിക് പ്ലാന്റ്സിൽ ഇപ്പൊ നമ്മൾ ലോട്ടസ് സ്റ്റെം ഒക്കെ നോക്കിയാൽ കിട്ടും. ലോട്ടസ് സ്റ്റെം ചിലരൊക്കെ കഴിക്കും അല്ലെ, ഫുഡായിട്ട് എടുക്കും. അപ്പൊ അതിലൊക്കെ മുറിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ലോട്ടസ് സ്റ്റെമ്മിന്റെ ഒക്കെ ഉള്ളിൽ ഇതുപോലത്തെ സ്ഥലമാണ് ഉണ്ടാവുക. എന്താണ് ഇതിനെ എന്താ വിളിക്കുക, എയറൻകൈമ എന്നാ വിളിക്കുക. ഇറ്റ് ഈസ് നോൺ ആസ് എയറൻകൈമ, a kind of parenchyma with air pockets. കണ്ടോ, എയർ പോക്കറ്റ്സ് മാതിരി കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ പാരൻകൈമ പ്ലാന്റ്സിനെ വെള്ളത്തിന്റെ മുകളിൽ, അക്വാട്ടിക് പ്ലാന്റ്സിനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് which parenchyma cell is responsible for that? It is erenchyma. Okay, okay, so these are the functions of parenchyma. Okay, I hope you will get it. Okay, then collenchyma. The next one is collenchyma. Collenchyma cells are simple permanent tissue in plants. നമ്മൾ പറഞ്ഞു പാരൻകൈമ പോലെ തന്നെയുള്ള ഒരു simple permanent tissue ആണ് collenchyma, and it is characterized by living cells. Of course, living cells ആണ്. Unevenly thickened. കണ്ടോ, unevenly thickened. കണ്ടോ, ഈ പിക്ചറിൽ thickened corners ആണ്. കണ്ടോ, കോർണേഴ്സിൽ മാത്രം തിക്നെസ്, ഉണ്ട്. സോ unevenly thicked primary cell walls ആണുള്ളത്. ആൻഡ് എന്തൊക്കെയാണ് ഫംഗ്ഷൻ, സപ്പോർട്ട്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് എ സ്ട്രക്ചർ ടു ദ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിന് ഒരു സ്ട്രക്ചർ ഒക്കെ കൊടുക്കുന്നത് ആരാണ്,
the collenchyma. So the characteristics എന്തൊക്കെയാണ്? irregular thickening at the corners നമ്മൾ ഈ പിക്ചറിൽ കണ്ടു, and no intercellular spaces. നമ്മൾ parenchyma പഠിച്ചപ്പോ there will be intercellular spaces അല്ലേ? പക്ഷേ in the case of collenchyma no intercellular spaces. സെല്ലിന്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ല, ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല. കണ്ടോ, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അടിക്കന്നെ വരെയാണ്, സ്പേസ് ഒന്നും കൊടുക്കാതെ. ആൻഡ് ഫങ്ഷൻസ് എന്താ? collenchyma cells provide support and flexibility to stem tendrils. ഓക്കെ, ചെടിയുടെ ടെൻഡ്രിൽസിലും, ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈപ്പയിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ വള്ളികൾ, ടെൻഡ്രിൽസിലും സ്റ്റെംസിലും ഒക്കെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നതും പ്ലാന്റിന് ഒരു സ്ട്രക്ചർ തന്നെ കൊടുക്കുന്നതും ആരാണ്? collenchyma. ഓക്കെ, വിചാരിക്കുന്നു കിട്ടിയത്. ഇനി sclerenchyma. sclerenchyma എന്താണ്? ചിത്രത്തിൽ കണ്ടറിയാം. sclerenchyma cells are a type of simple permanent tissue first and characteristic by dead cells. അപ്പൊ collenchyma parenchyma ലിവിങ് ആയിരുന്നു, പക്ഷെ sclerenchyma ഡെഡ് സെൽ ആണ്. അപ്പൊ ഡെഡ് ആയിട്ടുള്ള എന്താണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഏതാണ്? ഇറ്റ് ഈസ് sclerenchyma. ഓക്കെ, characterized by dead cell with heavily thickened. മറ്റേതില് unevenly thickened ആയിരുന്നു, ഏതില്? collenchyma. പക്ഷെ sclerenchyma എന്താ? heavily thickened ആണ്. heavily thickened എന്ന് വെച്ചാൽ മൊത്തം ഭാഗത്തും എന്താ, സെല്ലിന്റെ മുഴുവൻ ഭാഗത്തും തിക്കായിട്ട് ഇങ്ങനെ കിടക്കും. ആൻഡ് lignified secondary cell walls. lignin അടങ്ങിയിട്ടുള്ള സെക്കൻഡറി സെൽ വോൾസ് ആണ് എന്തിനുള്ളത്? sclerenchyma ഉള്ളത്. lignified secondary cell walls providing rigidity, support and protection to the plant. അപ്പൊ അത് എത്ര കട്ടിയായിട്ട് ഉള്ളതായതുകൊണ്ട്, ലിഗ്നിഫൈഡ് ഒക്കെ ഉള്ളതായതുകൊണ്ട്, ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സെൽ ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, യു ക്യാൻ ഗസ്. it will give the protection to the plant and it will provide support, rigidity. okay, so sclerenchyma എന്ന് പറഞ്ഞാൽ അതാണ്. ഡെഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. okay, then the characteristics. long, narrow, dead. long ആയിട്ടുള്ള സെല്ലാണ്, നാരോ ആണ് ആൻഡ് ഡെഡ്. ആൻഡ് thick cell wall with lignin. ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു, lignin കൊണ്ടാണ് സെക്കൻഡറി സെൽ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ലെസ് സ്പേസ് ഇൻസൈഡ് ദ സെൽ. സെല്ലിന്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞ സ്പേസ് ആണ്. നോക്കൂ, collenchyma അതുപോലെ തന്നെ parenchyma സെല്ലിന്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് കാണാൻ പറ്റും അല്ലേ? സെല്ലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് കാണാം. പക്ഷെ ഇതിൽ നോക്കൂ, കട്ടിയുള്ള സെൽ വോൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അങ്ങനെ സെൽ വോൾ കട്ടി നിറഞ്ഞതായിട്ട് തന്നെ ഉള്ളിലുള്ള ഈ പോർഷൻ, സെല്ലിന്റെ പോർഷൻ എന്തായി? വളരെ കുറവാണ്. ഓക്കെ, then located at the vascular bundles of the stem, veins of leaves and covering of nuts and seeds. vascular bundles എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷനിൽ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ വാസ്കുലർ ബണ്ടിലൊക്കെ കാണാൻ പറ്റും. സോ ആ വാസ്കുലർ ബണ്ടിൽസിലും ലീവ്സിന്റെ വെയിൻസിലും നട്ട്സിലും സീഡ്സിലൊക്കെ കവറിംഗ് ആയിട്ട് അല്ലേ? എന്തിനാ നട്ട്സിലും സീഡ്സിലൊക്കെ കവറിംഗ് കൊടുക്കുന്നതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തുണ്ട്? sclerenchyma ഉണ്ട്. ഓക്കെ, you can see the function of sclerenchyma provide mechanical strength to the plant and it makes the plant parts hard and stiff. കണ്ടോ, നട്ട്സിലും സീഡ്സിലും ഒക്കെ ഇതൊക്കെ sclerenchyma കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? sclerenchyma, collenchyma, parenchyma, അതിന്റെ ഫംഗ്ഷൻ എവിടൊക്കെയാണ് കാണുന്നത്, ഇതൊക്കെ പെർമനന്റ് ടിഷ്യൂസ് ആണ്. പിന്നെ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, അതിന്റെ ഫംഗ്ഷൻ, ദ ടൈപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് ആസ് ആൻ ഇൻട്രൊഡക്ടറി പാർട്ട് ഓർ പ്ലാന്റ് ടിഷ്യൂസിൽ നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇതിന്റെ ബാക്കിയായിട്ട് എപ്പിഡെർമിസും കോംപ്ലക്സ് ടിഷ്യൂസ്, അതായത് ഐ ഹാവ് ടോൾഡ് യു earlier phloem and xylem coming under the complex permanent tissues, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഒരുമിച്ചിരുന്ന് ബയോളജി ഒക്കെ പഠിക്കാം. ബയോളജിയിൽ ഫുൾ മാർക്ക് എല്ലാവരും മേടിക്കണം. ഓക്കെ, നമ്മുടെ ചാനൽ സ്കൂളി ബൈ പച്ചവെള്ളം, നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയാൽ നമ്മുടെ സ്കൂളി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഫർദർ ക്ലാസ്സസ്, ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കാണണം, കാണാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.